Hello everyone, welcome to Just Creative World. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രണ്ട് തരത്തിലുണ്ടാക്കുന്നത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ, പിന്നെ ഒന്ന് നമ്മുടെ നോർമൽ ഗ്ലാസ്സിലുണ്ടാക്കുന്നതും. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഓട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഓട്സ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് കോൺഫ്ലേക്സും നട്ട്സും മാത്രം മതിയെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഓട്സ് കുറച്ച്, പിന്നെ ചെറുതായിട്ട് നുറുക്കിയ ബദാം, പിസ്ത, കാഷ്നട്ട്, കുറച്ച് കോൺഫ്ലേക്സ്, പിന്നെ ഫ്രൂട്ട് യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂബെറി യോഗേർട്ട്. ഇത് ബെറിയപ്പ് ആയതുകൊണ്ട് തന്നെ സ്ട്രോബെറി യോഗേർട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് വനില ഐസ്ക്രീം. പിന്നെ നമുക്കിനി വേണ്ടത് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലൂബെറി, പിന്നെ സ്ട്രോബെറി, പിന്നെ കുറച്ച് ചെറിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് രണ്ട് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ ഒരു A4 സൈസ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് റോൾ ചെയ്തിട്ട് അതൊന്ന് ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിനകത്തോട്ട് ഇനി ഓരോ ലെയറായിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുത്തു, പിന്നെ നട്ട്സ്, ഇനിയിപ്പോൾ സ്ട്രോബെറി യോഗേർട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതിന് കോൺഫ്ലേക്സ്. ഇത് സ്പൂൺ വെച്ചിട്ട് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കരുത്, കാരണം നമ്മളിത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും വീഴത്തില്ല. നെക്സ്റ്റിന് ബ്ലൂബെറി യോഗേർട്ട്. അടുത്തതിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫ്രൂട്ട്സ്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അടുത്തതിന് വനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരം പുറത്ത് വെച്ചിട്ടുണ്ട് ഐസ്ക്രീം, അതുകൊണ്ടാണ് കുറച്ചൊന്ന് മെൽട്ടായിട്ടിരിക്കുന്നത്. ഒരുപാട് തിക്കായിട്ടുള്ള ഐസ്ക്രീം ഇട്ട് കൊടുത്താൽ ഇത് ശരിക്കും വീഴത്തില്ല. ഇനി ഇത് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു ഡിസൈൻ വരാനായിട്ട് ഞാൻ കുറച്ച് സ്ട്രോബെറി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വലിയൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈ ലെയേഴ്സ് എല്ലാം ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഇതുപോലെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഇനി ഫ്രൂട്ട് യോഗേർട്ട് ഇല്ലെങ്കിൽ ഫ്രഷ് സ്ട്രോബെറി എടുത്തൊന്ന് അരച്ച് തൈരിനകത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ലാസ്റ്റ് ഞാനിപ്പോൾ കുറച്ചും കൂടെ വനില ഐസ്ക്രീം ഇട്ട് കൊടുത്തു. കുറച്ച് സ്ട്രോബെറി സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെഡിയായി. ഇനി മെല്ലെ ആ ഗ്ലാസ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി.
ഞാനിനി മെല്ലെ ഗ്ലാസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല ഭംഗിയാണ് താഴെ വീഴുന്നത് കാണാൻ. നമ്മൾ ഒഴിച്ച ആ സോസും ബ്ലൂബെറി, സ്ട്രോബെറി ഇതെല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു കളർഫുള്ളുമാണ്, അതേപോലെ നല്ല ടേസ്റ്റിയുമാണിത്. ഇനി നമ്മുടെ നോർമൽ ഗ്ലാസ്സിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. നേരത്തെ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ലെയേഴ്സായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൂൺ വെച്ച് ഇത് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് ശരിക്കും വീഴത്തില്ല. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ ഓൾമോസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി ആ മുകളിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ കോൺഫ്ലേക്സും നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നേരെ അപ്സൈഡ് ഡൗൺ തിരിക്കാൻ പോവാണ്. ഇപ്പോൾ ഞാൻ ഈ ഗ്ലാസ് തിരിച്ചു വെച്ച് കഴിഞ്ഞു. ഇനി ഈ ഗ്ലാസ് ഒന്ന് മെല്ലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. ഇത് വീഴുന്നില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്താൽ എല്ലാം കൂടെ അങ്ങ് താഴെ വീഴും. നമ്മൾ മറ്റേതിൽ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങ് താഴെ വീഴും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിലുണ്ടാക്കിയ ബെറിയപ്പം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.